കൂട്ടുകാർ പറഞ്ഞു തന്ന അറിവിൽ ആദ്യ സംഭോഗത്തിലെ മധുരം നുണയാൻ ആദ്യരാത്രിയിൽ കാത്തിരുന്ന എനിക്ക് നേരിടേണ്ടി വന്നത് കടുത്ത വേദനയുടെ നിമിഷങ്ങളായിരുന്നു. മുൻപിലുള്ളത് പെണ്ണെന്ന പരിഗണന വേണ്ട, ജീവനും തുടിപ്പുള്ള മനുഷ്യനെന്ന പരിഗണന പോലും ഇല്ലാതെ അദ്ദേഹം എന്നിലേക്ക് ആഴ്ന്നിറങ്ങാൻ വെമ്പൽ കൊണ്ടു. സ്നേഹമുള്ള ചുംബനങ്ങൾ തന്നില്ല, സ്നേഹത്തോടെ ഒരു വാക്കുരിയാടിയില്ല. പകരം ഉയർന്നു പൊങ്ങുന്ന ശ്വാസത്തിൻ്റെ ഗതിയിൽ എന്നിലെ പെണ്ണിൽ അധികാരം സ്ഥാപിച്ചു. വേദനകളെ കടിച്ചമർത്തി അദ്ദേഹത്തിന് മുൻപിൽ കിടക്കുമ്പോൾ എന്നിൽ നിന്നും ഒഴുകി വന്ന രക്തചുവപ്പ് കണ്ട് ചുണ്ടുകൂട്ടി അദ്ദേഹം. അല്ലെങ്കിലും ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. നിന്നെ ഒന്ന് നോക്കി പോലും ആത്മഗതി അണയാൻ ആണൊരുത്തിന് തോന്നണ്ടേ? കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് ഒരു സിഗരറ്റിനെ തിരിതെളിക്കുമ്പോൾ പുതപ്പ് കൊണ്ട് ദേഹം മൂടി ഞാൻ അദ്ദേഹത്തെ നോക്കി. ചൊവ്വാദോഷത്തിൻ്റെ പേര് പറഞ്ഞ് എൻ്റെ സങ്കല്പങ്ങൾക്ക് ചേരാത്ത നിന്നെ എൻ്റെ തലയ്ക്ക് കയറ്റി വെക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതം പാതി നശിച്ചു കഴിഞ്ഞു. ഇനി അനുഭവിക്കുക, അത്രേ ഉള്ളൂ. മുണ്ടുമുറുക്കി ഉടുത്തുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശരീരത്തിന് ഏൽപ്പിച്ച മുറിവിനേക്കാൾ കുത്തി നോപ്പിച്ചത് ഹൃദയത്തിലേൽപ്പിച്ച മുറിവായിരുന്നു. കണ്ണാടിയിലൂടെ ഞാൻ ആകെ എന്നെ ഒന്ന് നോക്കി. അത്രയ്ക്ക് വിരൂപയാണോ ഞാൻ? കുറച്ച് പല്ലും തീയിട്ടുണ്ട്. അദ്ദേഹത്തെക്കാൾ അല്പം നിറം കുറവാണ്. അദ്ദേഹത്തിന് ചേരുന്നവളല്ല എന്ന് കൂടെയുള്ളവർ അടക്കം പറയുന്നത് കേട്ടിരുന്നു. എങ്കിലും അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെയൊരു വാക്കുകൾ അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. വേദനകളെ കടിച്ചമർത്തി പുലർച്ചെ വരെ ഉറങ്ങാതെ കിടക്കുമ്പോഴും ഇനിയുള്ള ദുരിതപൂർണമായ ജീവിതം കൺമുന്നിൽ തെളിഞ്ഞു വന്നു. എല്ലാം ഇട്ടെറിഞ്ഞു പോയാലോ? പാടില്ല. അമ്മ മരിച്ച ശേഷം ഒരു തുണ കൂടാതെ 3 പെൺമക്കളെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛന് അത് സഹിക്കാൻ കഴിയില്ല. ഞാൻ കാരണം താഴെയുള്ള 2 സഹോദരിമാർക്ക് അവരുടെ ഭാവി നശിക്കാൻ പാടില്ല. എല്ലാം വരുന്നത് പോലെ നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തിയിരുന്നു ഞാൻ. അദ്ദേഹത്തിൽ നിന്നും നേരിടുന്നതൊക്കെയും മനസ്സിലൊരു നീറ്റലായി കിടക്കുന്നത് കൊണ്ടാകാം കാലത്തെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ ഭയം. അവിടെ നിന്നും അതേ വാചകം തന്നെ കേട്ടാൽ ഒരുപക്ഷെ ഞാൻ തളർന്നു പോകും. പക്ഷെ എൻ്റെ ചിന്തകൾക്കപ്പുറമായി എന്നെ സ്വീകരിച്ചത് അമ്മയുടെ ചിരിക്കുന്ന മുഖമായിരുന്നു. കുശലം ചോദിക്കാനും എന്നോടൊപ്പം കളിതമാശകൾ പറയാനും കൂടെ കൂടുന്ന അമ്മ എനിക്കൊരു അത്ഭുതമായിരുന്നു. അമ്മയില്ലാത്ത ദുഃഖം ഞാൻ മറന്നു തുടങ്ങിയത് തന്നെ ആ അമ്മയുടെ സാമീപ്യത്തിലായിരുന്നു. എങ്കിലും പലപ്പോഴും എനിക്ക് സംശയം തോന്നി, അമ്മയ്ക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാൻ കഴിയുന്നു? കുറച്ചു നാൾ കൂടി കാത്തിരുന്നാൽ എന്നിലും നല്ലൊരു പെൺകുട്ടിയെ മകന് ഭാര്യയായി കിട്ടുമായിരുന്നല്ലോ. പക്ഷേ സംശയങ്ങൾക്കുള്ള ഉത്തരം താമസിയാതെ അമ്മയിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി. അയൽവീട്ടിലെ ചേച്ചിയുടെ ചോദ്യത്തിന് ഉത്തരമായി. പ്രശാന്തിന് ഇതിലും നല്ല കുട്ടിയെ കിട്ടുമായിരുന്നല്ലോ ചേച്ചി. ആ കൊച്ച് അവൻ്റെ കൂടെ പോകുന്നത് കണ്ടാൽ തന്നെ മൂക്കിൻ്റെ തുമ്പിൽ ആളുകൾ വിരൽ വയ്ക്കുമല്ലോ. സുമതി അതോർത്ത് പേടിക്കണ്ട. വിരലുള്ളവർ മൂക്കിലോ വായിലോ എവിടെ വേണമെങ്കിലും വെച്ചോട്ടെ. എൻ്റെ പ്രശാന്തിന് സ്വപ്നയേക്കാൾ മികച്ചൊരു ഭാര്യനെ കിട്ടാൻ പോകുന്നില്ല. എനിക്കൊരു മകളെയും. അവളുടെ ബാഹ്യ സൗന്ദര്യത്തിലല്ല ഞാൻ വീണുപോയത്. അമ്മ മരിച്ച ശേഷം ഇളയ കുട്ടികൾക്ക് വേണ്ടി പഠിത്തം പാതി വഴിയിൽ ഉപേക്ഷിച്ചവൾ 14-ാം വയസ്സിൽ അതുങ്ങൾക്ക് അമ്മയായി. ഒഴിവ് സമയങ്ങളിൽ തയ്യൽ പഠിച്ച് പ്രായമായ അച്ഛനൊരു കൈത്താങ്ങായി. എവിടെയെങ്കിലും വീണുപോയാൽ പ്രശാന്തിന് കൈത്താങ്ങാകാൻ അവളോളം മറ്റൊരു പെണ്ണ് കാണില്ല. അമ്മയുടെ വാക്കുകൾ എൻ്റെ ആത്മവിശ്വാസത്തെ തെല്ലൊന്നുമല്ല ഉയർത്തിയത്. അമ്മയ്ക്കൊപ്പം നാട്ടുകാരോട് കുശലം പറഞ്ഞും ഉച്ചസമയത്തൊരു ഗ്ലാസ് കട്ടൻ ചായയ്ക്കൊപ്പം അവരുടെ മനസ്സിൽ ഞാൻ ഇടം നേടുമ്പോൾ എന്നിലെ ബാഹ്യ സൗന്ദര്യം എല്ലാവരും മറന്നുപോയിരുന്നു. അപ്പോഴും അദ്ദേഹം എന്നോട് കാണിക്കുന്ന അകൽച്ച തെല്ലൊന്നുമല്ല എന്നെ വേദനിപ്പിച്ചത്. എല്ലാം നേരെയാകുമെന്ന് അമ്മ ആശ്വസിപ്പിക്കുമ്പോൾ പ്രതീക്ഷയോട് ഓരോ ദിവസവും കാത്തിരുന്നു ഞാൻ. ഇതാ നിനക്കൊരു സാരിയാ. എൻ്റെ മുഖത്ത് നോക്കാതെ അദ്ദേഹം ഉമ്മറപ്പടിയിൽ ഒരു പൊതി വെച്ചിട്ട് പോകുമ്പോൾ മനസ്സൊന്ന് കുളിർന്നോ? ഓടിച്ചെന്ന് ആ പൊതി തുറന്നു നോക്കുമ്പോൾ ചിരിയോടെ അമ്മയും അടുത്തേക്ക് വന്നു. ആഹാ, നല്ല സാരിയാണല്ലോ. ഇതിന് ചേരുന്ന ബ്ലൗസില്ലേ മോളുടെ കയ്യിൽ? പോയി എടുത്തോണ്ട് വാ, അമ്മയൊന്ന് കാണട്ടെ. ഇപ്പോഴോ? ഈ അമ്മയ്ക്ക് എന്താ, വേറെ ഒരു ദിവസം അമ്പലത്തിൽ പോകുമ്പോൾ കൊടുക്കാം. പറഞ്ഞൊഴിയാൻ ശ്രമിച്ച എന്നെ അതിന് സമ്മതിക്കാതെ ആ രാത്രിയിൽ തന്നെ ആ സാരി ഉടുപ്പിച്ചു അമ്മ. എൻ്റെ മോനെ ആദ്യമായി വാങ്ങിത്തന്ന സാരിയല്ലേ? ഇന്ന് രാത്രി നീ ഇത് ഉടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയാൽ മതി. വേണ്ടമ്മേ, എനിക്ക് പേടിയാ. ഏട്ടന് ഇഷ്ടമാകില്ല, എന്നെ വഴക്കു പറയും. ഞാൻ ഭയത്തോടെ മുഖം ചുളിച്ചു. ഇഷ്ടമായില്ലെങ്കിൽ നീ അത് ഊരിക്കളഞ്ഞോ? എന്തായാലും അവൻ വാങ്ങിത്തന്നതല്ലേ. അവനെന്താ പറയുന്നതെന്നെങ്കിലും അറിയാലോ. അമ്മയിൽ നിന്നും വീണ്ടും വാക്കുകൾ കേൾക്കുമ്പോൾ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ മുറിയിലേക്ക് ചെന്നു ഞാൻ. കുളി കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നും ഒന്ന് മുരടനാകുമ്പോൾ മെല്ലെ തിരിഞ്ഞു അദ്ദേഹം. ഇത്രയും നാൾ കാണാതെ
ഒരു പുഞ്ചിരി ആ മുഖത്ത് കണ്ടപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. ഈ സാരിയിൽ നീ ഒരുപാട് സുന്ദരിയായിരിക്കുന്നു. ഏ ഈശ്വര, കളിയാക്കിയതാണോ? ഞാൻ തലയുയർത്തി നോക്കുമ്പോൾ എനിക്കരികിലേക്ക് നടന്നു വന്നു അദ്ദേഹം. ആ, ഇപ്പം ഈ നാട്ടിൽ നിന്നെക്കുറിച്ച് പറയാനേ ആളുകൾക്ക് നേരമുള്ളൂ. എൻ്റെ ഭാഗ്യമാണ് നീ എന്നാ കൂട്ടുകാർ പോലും പറയുന്നത്. കല്യാണം കഴിക്കാത്ത കൂട്ടുകാരുടെ അമ്മമാർ പറഞ്ഞത് നിന്നെപ്പോലൊരു പെണ്ണിനെ വേണമെന്നാ. നീയാണ് എൻ്റെ ഭാഗ്യമെന്ന്. ഒരർത്ഥത്തിൽ അവർ പറയുന്നത് സത്യമാണ്. അച്ഛൻ്റെ മരണശേഷം ഞാൻ എൻ്റെ അമ്മയെ ചിരിച്ച മുഖത്തോടെ കണ്ടിട്ടില്ല. ഒരു വാക്കുകൊണ്ട് അമ്മയ്ക്ക് സുഖമാണോ എന്ന് അന്വേഷിക്കാതെ അമ്മയ്ക്ക് വേണ്ടതൊക്കെ ആവശ്യം പറയാതെ തന്നെ വാങ്ങിക്കൊടുക്കുമ്പോൾ ഞാൻ അഹങ്കരിച്ചു. ഉത്തമനായ മകനാണ് ഞാനെന്ന്. പക്ഷേ എനിക്ക് തെറ്റുപറ്റി. ഞാനല്ല മകൻ, നീയാണ് അമ്മയ്ക്ക് മകൾ. ഇന്ന് നിൻ്റെ ഒപ്പം പാടത്തും വരമ്പത്തു കൂടി കന്നിൻ്റെ പുറകെ ഓടുമ്പോൾ നിന്നേക്കാൾ ഉറക്കി അമ്മയുടെ ചിരി കേൾക്കാം. ഇപ്പോൾ നീ എനിക്കൊരു അത്ഭുതമാണ്. നിനക്ക് എങ്ങനെ കഴിയുന്നു ആളുകളുടെ മനസ്സ് കയ്യിലെടുക്കാൻ? പതുക്കെ കട്ടിലിൽ ഇരുന്നു അദ്ദേഹം. പക്ഷെ ആരുടെ മനസ്സാണോ കയ്യിലെടുക്കേണ്ടത് അതിനെനിക്ക് കഴിഞ്ഞില്ലല്ലോ. അവിടെ എനിക്ക് പരാജയമല്ലേ സംഭവിച്ചത്? ഞാൻ നിരാശയോട് കൂടിയിട്ട് തലകുനിക്കുമ്പോൾ ഉറക്കെ ചിരിച്ചു അദ്ദേഹം. ഇന്നെൻ്റെ മനസ്സ് നീ കയ്യിലെടുത്തില്ലായിരുന്നുവെങ്കിൽ നിനക്കായി ഈ സാരിയും വാങ്ങി ഞാൻ വരില്ലായിരുന്നു. നിന്നേക്കാൾ എൻ്റെ മനസ്സറിയാവുന്ന അമ്മ ഇതൊടുപ്പിച്ച് നിന്നെ ഇവിടെ വിടുമെന്ന് എനിക്കറിയാമായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും വാക്കുകൾ കേൾക്കുമ്പോൾ തലയുയർത്തി നോക്കി ഞാൻ. തിളങ്ങുന്ന കണ്ണുകളിൽ ആദ്യ രാത്രിയിൽ കണ്ട ക്രൗര്യമായിരുന്നില്ല, പകരം അതിൽ പ്രണയത്തിൻ്റെ തിരയിളക്കമായിരുന്നു ഞാൻ കണ്ടത്. അന്ന് ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് വന്ന് അദ്ദേഹം എൻ്റെ ഇരുത്തോളിൽ പിടിക്കുമ്പോൾ എൻ്റെ ശ്വാസം ഒന്ന് ഉയർന്നു പൊങ്ങി. മാപ്പ് അപേക്ഷിക്കാൻ പോലും അർഹതയില്ലെന്നറിയാം. പറ്റിപ്പോയി. വിവാഹശേഷം പല സുഹൃത്തുക്കളുടെയും കുത്തുവാക്കുകൾ എന്നെ കുറച്ചൊന്നും അല്ല മുറിവേൽപ്പിച്ചത്. പക്ഷേ ഇന്ന് ആ സുഹൃത്തുക്കൾ തന്നെ നിന്നെപ്പോലെ ഒരു ഭാര്യയെ കിട്ടിയത് ഞാൻ ചെയ്ത പുണ്യം കൊണ്ടാണെന്ന് പറയുമ്പോഴാണ് നിന്റെ വില ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൽ നിന്നും കേൾക്കുന്നത് വിശ്വസിക്കാൻ കഴിയാതെ കണ്ണു നിറച്ചു നിൽക്കുന്ന എൻ്റെ 2 കൺതടങ്ങളിലും ആദ്യമായി സ്നേഹചുംബനം ചാർത്തുമ്പോൾ അറിയാതെ തന്നെ എൻ്റെ ചുണ്ടുകൾ വിതുമ്പി. കരയരുത്. പെണ്ണിൻ്റെ സൗന്ദര്യം ബാഹ്യമായതല്ല എന്ന് തിരിച്ചറിയാൻ ഞാൻ താമസിച്ചു പോയി. എൻ്റെ അമ്മയുടെ മുഖത്തെ സന്തോഷം തന്നെ ധാരാളം അത് തിരിച്ചറിയാൻ. ആ നെഞ്ചിലേക്ക് എന്നെ ചേർക്കുമ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു തുടങ്ങിയിരുന്നു ആ മനുഷ്യൻ്റെ അതിരുകളില്ലാത്ത സ്നേഹം. വേദനിപ്പിച്ചതിന് 100 ഇരട്ടി സ്നേഹം കൊണ്ട് മൂടുമ്പോൾ ആ അമ്മയോടായിരുന്നു മനസ്സുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞത്. വീണ്ടും വീണ്ടും അവിടെ നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് തന്നെ അമ്മയല്ലേ. ഇനി വെറുതെ ഇരുന്ന് സമയം കളയണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എനിക്കൊരു തയ്യൽ മെഷീൻ വാങ്ങി തന്നു. പകൽ സമയം അമ്മയ്ക്കൊപ്പം തമാശകൾ പറഞ്ഞ് അദ്ദേഹത്തിന് താങ്ങായി ചെറിയ വരുമാനം കണ്ടെത്തി തുടങ്ങി ഞാനും. എല്ലാത്തിനും അമ്മയുടെ പിന്തുണയും. കാലം കടന്നു പോകുമ്പോൾ പകൽ സമയം ആ മെഷീനും ഞാനും മാത്രമായി. അമ്മ എന്നത് ചുവരിലൊരു ഛായാചിത്രമായി മാറുമ്പോൾ എൻ്റെ ജീവിതം അദ്ദേഹവും 2 മക്കളുമായി ചുരുങ്ങി. 2 ആൺമക്കളും കുടുംബത്തോടെ അവരുടെ കർമ്മസ്ഥാനം തേടി അന്യരാജ്യങ്ങളിൽ പോയപ്പോൾ വീണ്ടും ഞങ്ങൾ 2 പേരും മാത്രമായൊരു ലോകം. ഇനി തയ്ക്കാൻ വയ്യാതെ ആയിരിക്കുന്നു. കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അമ്മയ്ക്കൊപ്പം സ്വറ പറഞ്ഞിരുന്ന എൻ്റെ പകലുകൾ ഇന്ന് അദ്ദേഹത്തിനൊപ്പം പഴയതൊക്കെ അയവിറക്കാനുള്ള സമയമായി മാറിയിരിക്കുന്നു. ഉച്ചസമയം കഴിഞ്ഞ് ഉണർന്നു വരുമ്പോഴാണ് പതിവില്ലാതെ നെഞ്ചുവേദനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. ആശുപത്രിയിൽ പോകാൻ നിർബന്ധിക്കും തോറും വായു വിലങ്ങിയതാണെന്ന് ന്യായവും പറഞ്ഞിരുന്നു. പക്ഷേ വേദന കലശലായപ്പോഴാണ് ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറായത് തന്നെ. അറ്റാക്കിൻ്റെ രൂപത്തിൽ വിധി എന്നിൽ നിന്നും അദ്ദേഹത്തെ അടർത്തിക്കൊണ്ട് പോകുന്നതിന് മുൻപ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പോയാലും പെട്ടെന്നങ്ങ് വന്നേക്കണേ നീ. എന്നെ തനിച്ചാക്കി പോകുന്നതിൻ്റെ വിഷമമാവും. അല്ലെങ്കിൽ ഞാനല്ലാതെ ഏത് ലോകത്തും പറ്റില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണോ? ആ ചിതയുടെ ചൂട് ആറും മുൻപേ മക്കളുടെ തീരുമാനത്തിന് മുൻപിൽ മറുവാക്ക് പറയാൻ കഴിയാതെ അവർക്കൊപ്പം പോകാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു ഞാൻ. തനിച്ചാക്കി പോകും മുൻപ് യാത്ര പറയാൻ ചൂടാറി തുടങ്ങിയ മണ്ണിലേക്ക് വീണ്ടും ചെല്ലുമ്പോൾ ബലം നഷ്ടമായി തുടങ്ങിയ കാലുകൾ ഒന്ന് വേച്ചു. പോയി വരാമെന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണുനീർ തുള്ളികൾ ആ പട്ടടയിലെ മണ്ണിൽ വീണു കുതിർന്നിരുന്നു. ആ നിമിഷം, നീ തനിച്ചാവില്ല, നമ്മുടെ മക്കളുണ്ടടി നിൻ്റെ കൂടെ, പോയി വാ എന്നദ്ദേഹം ഓർമ്മപ്പെടുത്തും പോലെ ഒരു കുളിർക്കാറ്റ് വന്നെന്നെ തഴുകിപ്പോയി. ഇനി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും പേറി മക്കൾക്കൊപ്പം ശിഷ്ടജീവിതം നയിക്കാൻ ഞാനും പോകുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.